ഹലോ നമസ്കാരം. ഞങ്ങളിന്നുള്ളത് ലില്ലിപുട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ലില്ലിപുട്ട് ഫാം. ഇത് കില്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ആണ് ലില്ലിപുട്ട് ഫാം. ഒരു ആനിമൽ ഫാമാണ്. അത് ഫാമിൻ്റെ അകത്ത് കുറച്ച് താറാകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. സോ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ലില്ലിപുട്ട് ഫാം. അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്പർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്പർ 1 to 8. ഇവിടെ കുറച്ച് താറാവും കാര്യങ്ങളൊക്കെയാണുള്ളത്. അല്ലേ, നമ്മുടെ നാട്ടിലെ സെയിം താറാവ് തന്നെ. കുറച്ച് താറാവ് അവിടെ കുളിക്കുന്നു. ഇതിലൊക്കെ താറാക്കൾ കാണുന്നു. ഇത് ഈ ഒരു കേജ് മൊത്തം താറാവിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. നമ്മുടെ പിള്ളേരും മൃഗങ്ങളെയൊക്കെ ഇല്ല കിടന്നിപ്പുണ്ട്. എല്ലാവരും അതിനെ ഫീഡ് ചെയ്യാണ്. ഫീഡൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. എല്ലാവരും ഫീഡ് ചെയ്യുകയാണ്. ഇവിടെ കഴുതയാണോ കുതിരയാണോ എന്ന് ഡൗട്ടുള്ളൊരു ജന്തു ഇപ്പുണ്ട്. കതിരയാ, ഇത് കതിരയും കുതിരയും കൂടെ ചേർന്ന സാധനമാണ്. കുറച്ച് കൊടുക്കും മക്കളെ, ഇല്ലെങ്കിൽ തീർന്നു പോകും. അതിനെ പിള്ളേർ ഫീഡ് ചെയ്യുകയാണ്. അത് കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുക. ഇതാണ് നമ്മുടെ മയില്. അവിടെ വെള്ളയും, ഇത് അങ്ങ് നോക്കിയേ, വെള്ളയും പിന്നെ മയിലിൻ്റെ തനത് കളറുള്ള മയില്, പല കളറിലുള്ള മയില്. അവിടെ ഒരു മയില് അതിൻ്റെ മേലെ കയറി ഇരിപ്പുണ്ട്. അവിടെ ഇതാണ് നമ്മുടെ മയിൽ. അതേ കഴുത, കഴുതകളുടെ കൂടെ കുറെ കഴുതകൾ. ഇതാണ് യഥാർത്ഥ കഴുത. ഇത് ഡോങ്കിയാടി. ഇതൊക്കെ കണ്ട നമുക്കിതൊന്നും വലിയ ആനക്കാര്യമല്ലോ. പക്ഷേ ഈ ഫാമിൻ്റെ അകത്തൂടെ ഇങ്ങനത്തെ ജന്തുക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സുഖം, കൊള്ളാം എന്നൊരു ഫീലിങ്. നല്ല പച്ചപ്പ് ഹരിതാവുള്ള സ്ഥലം. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ നടന്ന് ഫാമിലെ മൃഗങ്ങളെയൊക്കെ കണ്ട് അതുങ്ങൾക്കൊക്കെ ഫീഡ് കൊടുത്ത് ഇങ്ങനെ നൈസിൽ പോവാം. ഇത് പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ആട്, താടിയുള്ള ആട്, അതിന് പിള്ളേരെ തീറ്റ കൊടുക്കുന്നു. ഇതൊരു കോഴിക്കോട്. ഇതൊരു കോഴിക്കോടാണ്. ഇവിടെ ഒരു പന്നിയുണ്ട്. പന്നി കമാൺ. പന്നി, ഇതിൻ്റെ മൂക്ക് മേലേക്ക് ഇരിക്കുന്ന പന്നി. പ്രത്യേകതരം പന്നിയാണല്ലോ ഇത്. മൂക്കും മകുറും. ഏയ്, ഒരു രസമില്ലാത്ത പന്നിയല്ലേ. ഈ പന്നീനെ കണ്ട പട്ടീനെ പോലെ ഉണ്ട്. ഇവിടെ വേറൊരു പന്നി, നേരത്തെ കണ്ട ബ്ലാക്ക് പന്നീൻ്റെ വെള്ളപ്പന്നി. ഇതിൻ്റെ മോന്ത ഇങ്ങനെ മോന്നോട്ടായിരിക്കുന്നു, മൂക്ക് മേലേക്ക് ഇരിക്കുന്നു. ഇവിടുത്തെ എല്ലാ പന്നി ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇതാണ് പന്നിയുടെ രാജ്യം. അടുത്ത സ്ഥലത്ത് വന്നപ്പോണ്ട് മാന്. അങ്ങനെയല്ല വച്ച്, ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുക. മാൻ
അവിടെ വേറൊരു മാൻ നോക്കി നിൽക്കുന്നുണ്ട് ഫീഡിന് വേണ്ടി. ഇവരിങ്ങനെ ഫീഡൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചേക്കുന്നത് കൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ അതിങ്ങനെ നമ്മുടെ അടുത്ത് വരും അതിൻ്റെ ഫീഡ് വാങ്ങാൻ വേണ്ടി. ഇതാണ്ട് ബേബി ചിക്കനും ചിക്കനും ഇതൊക്കെ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് കാര്യമാണ്. കൊത്തൊന്നുമില്ല, കുഞ്ഞിക്കോഴി തിന്നിയാല. മതി മതി മതി, തീർക്കണ്ട. ഇവിടെ ഒരുപാട് മാനുണ്ട്. സൽമാൻ വെടിവെച്ച് കൊന്നേക്കൂട്ട് മാൻ. അങ്ങനെയല്ല കുട്ടൂസേ, ഇങ്ങനെ വേണ്ടേ? അഹങ്കാരം ഒന്നും കൊടുക്കണ്ട. കുട്ടൂസേ തീരാറായ നിന്റെ മാൻകുട്ടിയേ, പുള്ളി മാൻകുട്ടിയേ. നല്ല രസമുണ്ടല്ലോ മാനെ. ഈ മാൻ്റെ മേതുകൊണ്ട് തൊലി ഭയങ്കര ചകിരി പോലെ ഇരിക്കുന്നു. നമ്മൾ കൊന്നുകൊണ്ടുവന്ന മാൻ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്ര ചകിരിയൊന്നും അല്ലായിരുന്നു. കൊള്ളാം, നൈസ്. ഇത് മാനിന് കുടിക്കാനുള്ള വെള്ളം. ഓ, കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലേ. ഹലോ. പന്നി ആക്ച്വലി ഇമാരെ ലില്ലിപ്പെട്ട് എന്ന് പറഞ്ഞാൽ പന്നി ഫാമാന്ന് തോന്നുന്നു. മൊത്തം പന്നികളാണ് കാണുന്നത്. ഇത് 4 വഴി. മാൻ ഓടി വരുന്നു. ഒട്ടകപ്പക്ഷിയും യമ്മു. വേണ്ട വേണ്ട, കൊത്തും കൊത്തും. പൊന്നു നിന്നെ കൊത്തും പൊന്നു. നിന്റെ തല കൊണ്ടോ. ഇതിനൊക്കെ ഫ്രൈ അടിച്ച പൊളിയായിരിക്കും അല്ലേ? യോ മാൻ. അല്ല അല്ല, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തി. അൽപ്പാക്ക, ഇതിൻ്റെ പേരാണ് അൽപ്പാക്ക. ഇത് സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു തരം മൃഗമാണ് അൽപ്പാക്ക. ഈ അൽപ്പാക്കേനെ ഉപയോഗിക്കുന്നത് ആക്ച്വലി അതിൻ്റെ ഫറിന് വേണ്ടിയാണ്. ഭയങ്കര എക്സ്പെൻസീവായ ഫറാണ് അൽപ്പാക്ക ഫർ. സോ ഇത് തണുപ്പുള്ള രാജ്യത്തു നിന്നുള്ള സാധനമാണ്. ഈ ചെങ്ങനൊക്കെ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്നവരല്ലേ. ആ കണ്ണിൻ്റെ അവിടെ മാത്രം ബ്ലാക്ക് കളർ കൊടുത്തിട്ട്. ഇത് അൽപ്പാക്കൻ്റെ വേറെ സാധനമാണ്. പക്ഷെ ഇമാർ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അമ്മമാർ തുപ്പും. കാരണം മോന്തയ്ക്ക് നിൽക്കുക ഒറ്റ തുപ്പ് തുപ്പും. ഞങ്ങളുടെ അപ്പുറത്തെ അവിടെ ഉണ്ട് കുറേ സ്റ്റാഗ് നിൽക്കുന്നത് ഉണ്ടോ. ഭയങ്കര വലിയ മാൻ. ഇത് വളർത്തുന്നതാന്ന് തോന്നുന്നു. ആ, ഫെൻസൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ? ആ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അൽപ്പാക്കേനെയും കഴിഞ്ഞ് മാനിനെയും കഴിഞ്ഞ് ഒരു പക്ഷിക്കൂട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ പാരറ്റ് ഉണ്ട്. പാരറ്റ് കണ്ട കുറേ പാരറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. കൊള്ളാം, നൈസ്. അപ്പോൾ ഒന്ന് അവിടെ നിന്ന് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല അടിപൊളി വഴിയാണ്. ഒന്നും പറയാം, നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്രകൃതി രമണീയായ സ്ഥലം.
പിന്നെ മുട്ടനാടൊക്കെ ഉണ്ട്. മുട്ടനാട് ചെമ്പരിയാടാ. ഏമാൻ അറിയൂ, എന്നെ കണ്ടപ്പോഴത്തേക്ക് സ്ഥലം വിട്ടു. ഓടി ഇങ്ങോട്ട് വരുന്നു. എന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല. ഞാനാരാ മോൻ. ഒരുത്തൻ നൈസിൽ കയറി നിൽക്കുന്നുണ്ട്. സെൽഫിക്ക് പോസ് ചെയ്യുക. നിങ്ങളുടെ വയറിടിച്ച് പൊളിക്കൂ. മുട്ടൻ കോഴി ഒരു മിനിമം ആ പെടക്കോഴിക്ക് ഒരു 2 കിലോയും ആ പൂവൻ കോഴിക്ക് ഒരു 5 കിലോയും ഉണ്ടാകും. നല്ല മുറ്റ് കോഴി. ഇവിടെ തന്നെ ഇല്ലെന്നേ, കടിക്കൊന്നുമില്ല. ഇല്ലെന്നേ, അത് കിട്ടാൻ വേണ്ടി നക്കുന്നത്. അത് എത്താത്തോണ്ടായി നക്കുന്നത്. അടുത്ത് കൊടുക്കുക, അപ്പം നക്കിയല്ല. ഇതാണ് നമ്മുടെ, കണ്ടോ, ഇനിയും അതും വേണോ? അത് എത്താത്തോണ്ടാ നക്കുന്നത്, ഇല്ലെങ്കിൽ നക്കിയല്ല. കൊള്ളത്തില്ല. അവിടെ കഴിഞ്ഞ മുട്ടനാടിനെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഏത് ആടിനെയാ? ഇതെന്നാ എഴുതിയേക്കുന്നത്, വായിച്ചു നോക്ക്. ആ, ഷോക്ക് ഇലക്ട്രിക് ഫെൻസ്. സോ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നല്ല വളരെ മനോഹരമായൊരു വഴി. സൈഡിലത്തെ ഇതിൽ ഷോക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പയ്യെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്ഥലത്ത് എത്താറായി. അവിടെ ഒരാട് തന്നെയാണ്. വീണ്ടും ഒരാട്. കടിക്കൊന്നുമില്ല, പാവത്. ഇനിയുണ്ട്, അവസാനം ഉണ്ടോ? ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. കടിക്കല കയ്യിൽ വെച്ചു കൊടുക്ക്. അവസാനം എന്റർടൈൻമെന്റ് 2 ഊഞ്ഞാലും പിന്നെ ട്രോജൻ കുതിരയും പിന്നെ ഇവിടെ എന്തോ ഒരു പഴഞ്ചൻ ബോട്ട്, എന്തൊരു സെറ്റപ്പ്. എന്ത് ജന്തുവാണെന്ന് അറിയത്തില്ല. ഇത് സബ്മറൈന. ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 8ാമത്തെ എത്തി. അങ്ങനെ എല്ലാ സാധനവും കഴിഞ്ഞു. എൽസ, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. ആ അല്ലടി, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റാബിറ്റ് എവിടെയാണോ? മുന്നേ അവിടെ ആയിരിക്കും. മുന്നിപ്പാലായിരിക്കും. ഇതൊരു ട്രോജൻ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് എത്തിയിരിക്കുമ്പോൾ ഇവിടെ കണ്ട് ഒരു കഴുത നിൽക്കുന്നുണ്ട്. നല്ല വൃത്തിയുള്ളൊരു കഴുത. തൊടാന്ന് വിചാരിച്ചാൽ ജന്തു അനക്കുന്നു പോലും ഇല്ല. കയറി കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ, പേടിയാണ്. കഴുതയല്ല, ഇത് കുതിര, കോവർ കുതിര. കോവർ കഴുതയല്ലേ? കോവർ കഴുത. ശങ്കരേന. പിന്നെ പുല്ല, വൈക്കോൽ, അങ്ങനെ എന്തൊക്കെയൊക്കെ വേണ്ടേ? ആ, ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണ്ടേ? ഉള്ളത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണ്ടേ? അത് സ്ഥലം കാണിച്ചു കൊടുത്തു നമുക്ക്. വേണമെങ്കിൽ തിന്നിട്ട് പോകാം ജന്തു. അങ്ങനെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് മുതലാളീൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. അങ്ങനെ മുതലാളീൻ്റെ എല്ലാ ജന്തുക്കൾക്കും ഞങ്ങൾ കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി, എന്നിട്ട് കാശ് കൊടുത്ത് തീറ്റ വാങ്ങി മുതലാളീൻ്റെ മൃഗങ്ങളെ തീറ്റിച്ച് അത് മുട്ടയിടുകയോ ഇറച്ചി കൊടുക്കുകയൊക്കെ ചെയ്യും.
അവസാനം ഇവിടെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഫാം സെറ്റപ്പ്, ഫാമല്ല, ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പിള്ളേർക്ക് വേണ്ടി കളിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ലില്ലിപ്പുട്ട് ഫാം ഇതോടെ തീർന്നു. അങ്ങനെ ഇതുപോലത്തെ അടുത്ത വീഡിയോയുമായി സന്ധിക്കുമ്പോഴേക്കും ഇവിടെ എത്തുന്നത് സ്വന്തം ജസ്റ്റിൻ ഫോട്ടോഗ്രാഫി. ബൈ, സീ യു.